ഇന്ദുലേഖ, നാളെ അന്വേഷണ സംഘത്തിൻ്റെ ആദ്യ യോഗമാണ്. ഒരുപക്ഷെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത വിധം സ്ത്രീ സൗഹൃദ അന്തരീക്ഷം സിനിമയിൽ സൃഷ്ടിക്കുക, സ്ത്രീ വിരുദ്ധത ഒഴിവാക്കുക, സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുക എന്നതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ അന്വേഷണ സംഘത്തെ ഇപ്പോൾ സാധൂകരിച്ചിരിക്കുന്നത്. ഇനി അവരുടെ ആദ്യ യോഗം നടക്കും. നിയമപരമായി പിന്നീടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളെയൊക്കെ അഡ്വക്കേറ്റ് ഇന്ദുലേഖ കാണുന്നത്. തീർച്ചയായും നമ്മൾ നിയമപരമായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ മുൻപിൽ വരും. ഒരു പ്രോസിക്യൂഷൻ എന്നുള്ളത് പോസിബിൾ ആണെങ്കിലും ഇത് ഒരു വിചാരണയിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രയലിൻ്റെ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ കോടതി എന്ന് പറയുമ്പോൾ എവിഡൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ വൈകിയ വേളയിൽ എങ്ങനെയാണ് ഈ അന്വേഷണ സംഘത്തിന് ഈ ആവശ്യമായ തെളിവുകൾ കോടതിയിൽ എത്തിക്കുവാനുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗികമായ എല്ലാ പ്രശ്നങ്ങളും അന്വേഷണ സംഘത്തിനുണ്ടാവും. അതുകൊണ്ട് പ്രോസിക്യൂഷൻ എന്നത് പോസിബിൾ ആണെങ്കിൽ തന്നെ വിചാരണയിൽ ഒരു പക്ഷേ ഏകദേശം ഒരു 90% ഈ കുറ്റാരോപിതരായ വ്യക്തികൾ രക്ഷപ്പെടുവാനുള്ളൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, നിയമപരമായി അതിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ. രണ്ടാമതൊരു കാര്യം, ഇതിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ഈ അന്വേഷണ സംഘം ഇതൊരു പ്രോസിക്യൂഷൻ നടത്തുകയും അതിലൊരു FIR ആവുകയും അതിലൊരു അന്വേഷണം വരികയും അത് നടക്കുമ്പോൾ ഈ പറയുന്ന കുറ്റാരോപിതരായ വ്യക്തികൾ കടന്നു പോകേണ്ട ചില ഇൻകൺവീനിയൻസുകൾ അല്ലെങ്കിൽ അവർക്ക് ചില നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും, കേസിനെ അവർ അഭിമുഖീകരിക്കേണ്ടി വരും, നിയമസഹായം തേടേണ്ട അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകൾ തീർച്ചയായും മറ്റ് ഇത്തരത്തിലുള്ള സമീപനത്തിലേക്ക് കടക്കുവാൻ അല്ലെങ്കിൽ കടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭാവിയിൽ കടക്കാൻ ഉദ്ദേശമുള്ള മറ്റ് വ്യക്തികൾക്ക്, ഇത്തരം കുറ്റങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികൾക്ക് അതൊരു ഡെറ്ററൻസ് ആയി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയുള്ള നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ള ഒരു സൂചനയായി വർത്തിക്കുവാൻ അന്വേഷണ സംഘത്തിന് കഴിയുമെന്നത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്നുവെച്ചാൽ നമ്മൾ കണ്ണടച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടന്ന് ഇവരെ ശിക്ഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പക്ഷേ ഈ ഒരു എഫോർട്ടും ഈ ഒരു വൈകിയ വേളയിൽ പോലും ഈ അന്വേഷണ സംഘത്തെ വെക്കുകയും അന്വേഷണവുമായി മുമ്പോട്ട് പോവുകയും ചെയ്യാൻ എടുത്ത ആ ഒരു തീരുമാനത്തെ സ്വാഗതാർഹമാണെന്ന് തന്നെ പറയാൻ സാധിക്കുകയുള്ളൂ.